ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് 3 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് പ്രയോജനം ഉണ്ടെന്ന് കണ്ടിട്ടുള്ള 3 പ്രൊഡക്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ വരുന്നത് നെയ്സൽ ആസ്പിറേറ്ററിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണ് ഇത് യൂസ്ഫുൾ ആവുക. അപ്പോൾ ആദ്യം ഞാനത് കാണിച്ചു തരാവേ. ഈ ഒരു നേസൽ ആസ്പിറേറ്റർ ഉണ്ടല്ലോ, കുഞ്ഞു കുട്ടികളുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു സാധനം. നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, നമ്മൾ പോണോടത്തൊക്കെ നമുക്കിത് കൊണ്ടുപോകാം. തീരെ കുഞ്ഞു പിള്ളേർക്ക് വരെ എന്താ പറയുക, നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വേറൊരു തരത്തിലുള്ള ഒരു ആസ്പിറേറ്റർ ആയിരുന്നു. അത് ഞാൻ ഷീനിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് അത്രയ്ക്ക് ഉപയോഗം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം അതിന് സക്ഷൻ ഒട്ടുമില്ല, നമ്മൾ തന്നെയാണ് അത് സക്ക് ചെയ്ത് എടുക്കേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. പിന്നെ കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ മൂക്കൊക്കെ അടഞ്ഞിരിക്കുമ്പോഴേ, അതുപോലെ റണ്ണിങ് നോസൊക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് നമ്മൾ വലിച്ചെടുത്താൽ ശരിക്കും നന്നായിട്ട് ഇത് എന്താ പറയുക, ഈ ഒരു ചേമ്പറിൽ കളക്ട് ആകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2 പാർട്സ് ഊരിയെടുക്കാൻ പറ്റും കഴുകാനൊക്കെ. ഇത് കണ്ടോ, ഇത് 2 ഇതുപോലത്തെ ഇത് വരുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു ചേമ്പർ പോലെയാണ്, കണ്ടോ. ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതിനകത്താണ് ഈ നമ്മൾ മൂക്കിൽ നിന്ന് വലിച്ചെടുക്കുന്നതൊക്കെ ഇതിനകത്താണ് കളക്ട് ആവുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് രണ്ടും കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ ഇത് നല്ല വൃത്തിക്ക് സൂക്ഷിക്കാൻ പറ്റും. ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഷീനിന്ന്, അത് കഴുകണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. ചെറിയ ട്യൂബായിരുന്നു, അപ്പോൾ അതിനുള്ളിൽ സ്റ്റക്കായിട്ടിരിക്കും. അത് പിന്നെ ബാക്ടീരിയ വളരാൻ അത് വേറൊരു കാരണം വേണ്ടല്ലോ. ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള പ്രഷർ ആയതുകൊണ്ട് പവർ വരുന്നത്, ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെൻറ്റിലായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 2 മോഡാണുള്ളത്. അപ്പോൾ നമുക്ക് ന്യൂ ബോൺ ബേബീസിന് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുഞ്ഞുണ്ടായ സമയത്തേ വാങ്ങിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആട്ടോ. ഈ ഒരു ഭാഗം മൂക്കിലേക്ക് വെക്കുക, എന്നിട്ട് ഏത് സെറ്റിങ്സ് ആണ്, എത്ര പ്രഷറാണ് വേണ്ടിയത്, അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. എന്നിട്ട് ഇതിലേക്ക് കളക്ട് ആവുന്നത് നമ്മൾ വാഷ് ചെയ്ത് കളയുക, പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൽ വരുന്നത് ബാറ്ററി വരുന്നുണ്ട്. AA ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ഇതിൻ്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന ബാറ്ററി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് കൊണ്ട് നടക്കാനായിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ബാഗും ഉണ്ട്. ഒരു ചെറിയൊരു ബ്ലാക്ക് ബാഗ് ഉണ്ട്, ഇങ്ങനെ ഈ എന്താ പറയുന്നത് സ്ട്രിങ് വെച്ച് വലിക്കുന്ന ഒരു ബാഗ്. അത് ഞാൻ എവിടെയോ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യായതുകൊണ്ട് ഇത് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂട്ടോ ആവശ്യമുള്ളവർ. എനിക്ക് ഭയങ്കര യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യണത്. കാരണം ഞാൻ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ യൂട്യൂബിൽ തപ്പാറുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഇങ്ങനൊരു സാധനം. അപ്പം എന്നെപ്പോലെ തപ്പുന്നവരുണ്ടെങ്കിൽ, അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അടുത്തത് ഞാൻ പറയുന്നതാണ് ഈ ഒരു വാട്ടർ ഹീറ്ററിനെ കുറിച്ചിട്ട്. പോർട്ടബിൾ ബോട്ടിൽ വാമറാണിത്. കംഫയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിക്കാൻ കാര്യം, കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നപ്പം പാല് എങ്ങനെ ചൂടാക്കും, പാലിന് വേണ്ടിയിട്ടുള്ള വെള്ളം എപ്പോൾ ആവശ്യം വരുന്ന സമയം അനുസരിച്ച് എങ്ങനെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ തപ്പിയെടുത്തത്. അപ്പം ഇതെനിക്ക് ശരിക്കും യൂസ്ഫുള്ളായി. ഞാൻ അയർലൻഡിൽ നിന്ന് നാട്ടിൽ പോയപ്പോഴും നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴും ഇത് യൂസ് ചെയ്തു. എല്ലാവരും പറയും ഫ്ലൈറ്റിൽ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരും എന്നൊക്കെ. നമുക്ക് തരില്ല എന്നല്ല, കുഞ്ഞിന് വേണ്ടിയിട്ടാകുമ്പോഴത്തേനും അവർ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമ്മൾ കൊണ്ട് നടക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പേടിയില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെള്ളം ചൂടാക്കാം. ഇനി നമുക്ക് ചൂടുവെള്ളം കുടിക്കണമെങ്കിൽ ചൂടാക്കിയിട്ട് കുടിക്കാം. ഈ ഒരു ബോട്ടിലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഹീറ്റ് ആക്കാൻ പറ്റും. വെള്ളം ചൂടാക്കി എടുക്കാൻ പറ്റും. വെറും 2 മിനിറ്റ് മതി വെള്ളം ചൂടാക്കി എടുക്കാനായിട്ട്. 3 ബട്ടനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നടുക്കത്തെയാണ് നമ്മൾ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ വരുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ 2 മിനിറ്റിനുള്ളിൽ ചൂടാക്കി എടുക്കാം. നല്ലതായിട്ട് തിളച്ച് വരും വെള്ളം. പിന്നെ വൺസ് ഇത് ഫുള്ളി ചാർജ് ആയതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊരു ചാർജിങ് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് ഇത് ചാർജ് ആക്കിയിട്ട് പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടു നടക്കാൻ പറ്റും. എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോകാം. ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോളറിലോ
വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടു നടക്കാം. ഇത് ചാർജ് ചെയ്യാനായിട്ട് ഈ ഫുൾ മറ്റേ ഫാസ്റ്റ് ചാർജർ ഇല്ലേ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം പെട്ടെന്ന് ചാർജായി കിട്ടും. പിന്നെ 150 ml ഓഫ് വാട്ടറാണ് നമുക്കിതിൽ ചൂടാക്കാൻ പറ്റുന്നത്, തിളപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. പാലാണെങ്കിലും വെള്ളമാണെങ്കിലും ഇതിൻ്റെ എന്താ പറയുന്നത്, ഇതിൽ കൊള്ളുന്നത് 150 ml ആണ്. ഞാനിത് തുറന്ന് കാണിക്കാം. അപ്പം ഇതാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇതുണ്ടോ, അതിലാണ് വെള്ളം വരുന്നത്. അപ്പം ലീക്കൊന്നും ആവുന്നൊന്നുമില്ല, നല്ല ലീക്ക് പ്രൂഫാണ്. കണ്ടോ, ഇതിൽ ഓൾറെഡി വെള്ളം ഞാൻ നിറച്ച് വെച്ചേക്കാണ്. അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഹീറ്റിങ്ങിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 5 ടെമ്പറേച്ചർ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. 37, 40, 45, 50, 55 അങ്ങനെ 5 സെറ്റിങ്സ് ആണ് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അത് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓണാക്കിയാൽ മതി. അങ്ങനെ ഓണാക്കുമ്പോഴത്തേനും അത് തനിയെ ചൂടായിക്കോളും. പിന്നെ ഇതിൽ നമുക്ക് വെള്ളം, പാല്, പിന്നെ ഫോർമുല, ഇൻഫൻറ്റ് ഫോർമുല, അതുപോലെ ബ്രസ്റ്റ് ഫീഡ് ഇതെല്ലാം ചൂടാക്കാൻ പറ്റും. അതേപോലെ ഇത് കണ്ടില്ലേ, ടൈമറും ഉണ്ട്. ടൈമർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 30, 60, 90, 120, 150, 180 മിനിറ്റ്സ് ഇത്രയും നമുക്ക് ടൈമർ ഇത്രയും നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് പിന്നെ ഇവർ ഇതിൽ പറയുന്നുണ്ട് BPA ഫ്രീ ആണ്, അതേപോലെ വയർലെസ് ആണ് എന്നൊക്കെ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ ചാർജ് ചെയ്യാനുള്ള വയറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പം എനിക്കത് ഭയങ്കര യൂസായി. വരുന്ന വഴിയിൽ ഞാൻ 2-3 തവണ യൂസ് ചെയ്തു, അങ്ങോട്ട് പോയപ്പോഴും യൂസ് ചെയ്തു. അപ്പം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം ഇത് ഈ ഒരു എന്താ പറയുക, ബേബി മിൽക്ക് വാർമർ എന്ന് ആമസോണിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഒരുപാട് ബ്രാൻഡ് വരും. അതിൽ റിവ്യൂ നോക്കി വാങ്ങിക്കുക, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഈ ബ്രാൻഡിന് വേണമെന്നൊന്നുമില്ല, ഞാനിത് വാങ്ങിച്ചോന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനൊരു പ്രൊഡക്റ്റ് നല്ലൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത്. ഏത് ബ്രാൻഡ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്ത ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു മാഗ്നറ്റിനെ കുറിച്ചാണ്. മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ കുഞ്ഞു കുട്ടികളുള്ളപ്പോൾ ഈ കിച്ചണിലൊക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഏത് റൂമിലാണെങ്കിലും എല്ലാ വാർഡ്രോബും അവർ പോയി തുറക്കുന്നതിൻ്റെ അല്ല, അതിൻ്റെ അകത്ത് പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടുന്ന സാധനങ്ങൾ, ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയില്ലല്ലോ, അവരത് എടുക്കും, കയ്യോ കാലോ മേലൊക്കെ മുറിയും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ലോക്ക് കിട്ടും. ഞങ്ങളൊരു ടൈപ്പ് ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മാഗ്നറ്റ് ലോക്കാണ്. മാഗ്നറ്റാണ് ഇൻസൈഡ് ഔട്ട് വരുന്നത്, അതിൻ്റെ കീയും വരുന്നത് മാഗ്നറ്റാണ്. അപ്പോൾ അത് ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ട്, ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ കുറേ പേരിൽ അതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. എന്തോ അത് ഫിറ്റ് ചെയ്ത് പിന്നെ കുഞ്ഞ് പലതവണയായിട്ടത് വലിച്ചു നോക്കണത് കണ്ടിട്ടുണ്ട്, പക്ഷേ തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയ നല്ലൊരു സാധനമാണെന്ന്. അപ്പം ഞാനും ചോദിച്ചു, യൂട്യൂബിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതും കൂടി ചെയ്യുന്നത്. ഞാനത് കാണിച്ചു തരാമേ. നല്ല യൂസായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ കീ നഷ്ടപ്പെടാതെ നോക്കണം. നമ്മളൊരു കീ ഫിക്സ് ചെയ്യാനായിട്ടും ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്, അതും ഒരു മാഗ്നറ്റാണ്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ്, അതിൽ കീ എന്ന് പറയുന്നത് തന്നെ ഒരു മാഗ്നറ്റാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്തിട്ട് ബാക്കി പിന്നീട് നമ്മൾ അതിൽ തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചില്ല, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഈ ഒരു മാഗ്നറ്റിക് ലോക്കിൻ്റെ കീ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ നമ്മൾ എവിടെയാണ് മാഗ്നറ്റ് അകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആ ഡോറിൻ്റെ വെളിയിൽ ഇങ്ങനൊരു സ്റ്റിക്കർ നമ്മൾ കൊടുക്കും, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഒരു കീ വെച്ചിട്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് തനിയെ ഓപ്പണായിട്ട് വരും. ഇതാണ് മാഗ്നറ്റിൻ്റെ ഒരു ഭാഗം വരുന്നത് ഇവിടെ. പിന്നെ അടുത്ത പീസ് വരുന്നത് ഡോറയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്. കണ്ടോ, ഞാനിപ്പോൾ ആ ഡോറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് ഓപ്പൺ ആവുകയാണ് ചെയ്യുക. അല്ലാത്തപ്പോൾ ഇത് ക്ലോസ് ആയിട്ട് വരിക്കും. ഇതിങ്ങനെ തുറക്കുമ്പോൾ അത് ഉള്ളിൽ ഉടക്കിയിട്ട് ഇത് ക്ലോസ് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ഡോറ് വലിച്ചാൽ വരത്തില്ല. കണ്ടോ, ഇത് ഓപ്പണായി. ഇതകത്തേക്ക് പോകുമ്പോഴത്തേനും എന്നിട്ട് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാവേ. അതെ, അപ്പോൾ
ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ വലിച്ചാൽ ഇത് വരില്ല. ഇതാകുമ്പം ചൈൽഡ് എന്താ പറയുന്നത്, കുഞ്ഞുങ്ങൾ വന്ന് ഓർക്കാൻ നോക്കിയാൽ വരില്ല കേട്ടോ. ഇനി ഇത് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ വലിക്കുമ്പോൾ ഓപ്പൺ ആവും. അങ്ങനെ ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതാണ് കീ വരുന്നത്. ഈ ഒരു മാഗ്നറ്റാണ് കീ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മാഗ്നറ്റാണ് കീ എന്ന് പറയുന്നത്. ഈ കീ സൂക്ഷിക്കാനുള്ളതാണ് ഈ ഒരു സ്റ്റിക്കർ. ഇവിടെ നമ്മൾ എവിടെയാണെങ്കിലും നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്തിട്ട് ഇതേപോലെ വെച്ചാൽ അവിടെ ഇരുന്നോളും. എന്നിട്ട് നമ്മൾ ആവശ്യം വരുമ്പോഴത്തേന് എടുക്കുക, യൂസ് ചെയ്യുക, തിരിച്ചു വയ്ക്കുക. ഇത് കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തടത്ത് വേണം നമ്മളത് സ്റ്റിക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും എനിക്ക് യൂസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.